ഗേൾസ് ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സിക്യൂഷൻ ഓഫ് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ. ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് ബ്രാഞ്ച് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെയാണ് ചെറിയൊരു മാറ്റം ഉണ്ടെന്നുള്ളൂ. നമ്മൾ മുന്നേ BSc ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബ്രാഞ്ച് ആൻഡ് സേവ് റിട്ടേൺ അഡ്രസ്സ് എങ്ങനെയാണോ നമ്മൾ ചെയ്തിരുന്നത്, അതായത് ഞാനൊരു 2 ഫിഗറൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സോ ആ BSc ചെയ്യുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് ബ്രാഞ്ചിങ്ങിൽ ചെയ്യുന്നത്. അതായത് അതുവരെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്ത് ചെയ്യും, എവിടെയെങ്കിലും, അതായത് അതിൻ്റെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എവിടെയെങ്കിലും ഒരു മെമ്മറിൻ്റെ ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മുടെ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് കഴിഞ്ഞിട്ട് ബ്രാഞ്ച് ആൻഡ് കണ്ടീഷനിൽ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീണ്ടും നമ്മളുടെ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷനിലേക്ക് തന്നെ വരും. അങ്ങനെയാണ് ബ്രാഞ്ചിങ് ചെയ്തിരുന്നത്. അത് എങ്ങനെയാണ് സിഗ്നൽസ് എനേബിൾ ആക്കിയിട്ടും ഡിസേബിൾ ഒക്കെ ആക്കിയിട്ടും ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ പറയുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ദ കൺട്രോൾ ഓഫ് ദി എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പെർട്ടിക്കുലർ പൊസിഷൻ ടു സം അതർ പൊസിഷൻ. നമ്മൾ ഇത്തരം ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ കൺട്രോൾ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഡ്യൂ ടു വിച്ച് ദ സീക്വൻസ് ഫ്ലോ ഓഫ് കൺട്രോൾ ഈസ് ബ്രോക്കൺ. അതായത് അതുവരെയുള്ള സീക്വൻസ് ഫ്ലോ എന്തായിരിക്കും, ബ്രോക്കൺ ആയിട്ടാണ്. അതായത് അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ പ്രോസസ്സുകൾ നിർത്തി വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ബ്രാഞ്ച് ചെയ്യാൻ പോകുന്നത്. Branching is accomplished by replacing the current content of PC by branch address. നമ്മൾ ബ്രാഞ്ചിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ PCക്ക് അതുവരെ ഇപ്പോൾ ഒരു 200 അല്ലെങ്കിൽ ഒരു 21 ഏത് നമ്പർ ആണെങ്കിലും ശരി, PCൻ്റെ അതുവരെ ഉണ്ടായിരുന്ന കറണ്ട് കണ്ടൻറ്റ് അല്ലെങ്കിൽ കറണ്ട് വാല്യൂ എന്ത് ചെയ്യും, അത് റീപ്ലേസ് ചെയ്തിട്ട് പകരം നമ്മളുടെ ബ്രാഞ്ച് അഡ്രസ്സിനെ അവിടെ പ്ലേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബ്രാഞ്ചിങ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ അഡ്രസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു വിച്ച് ബ്രാഞ്ചിങ് ഈസ് റിക്വയർഡ്. അതായത് എങ്ങനെയാണ് നമുക്ക് ബ്രാഞ്ചിങ് ആവശ്യമുള്ളത്, ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ആയിരിക്കും പിന്നെ PCയിൽ ഉണ്ടാവുക. അതായത് അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് ഇവിടെ വരിക. Consider a branch instruction in which branch address is obtained by adding an offset x. നമ്മൾ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എടുക്കുമ്പോൾ അതിനകത്ത് ബ്രാഞ്ച് അഡ്രസ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് നമ്മൾ PCയിലേക്ക് ഓവർ റൈറ്റ് ചെയ്തിട്ടാണ്. അതായത് ഒരു ഓഫ്സെറ്റ് എക്സ് അല്ലെങ്കിൽ എന്തോ ഒരു വാല്യൂ പെർട്ടിക്കുലർ അഡ്രസ്സ് ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ അഡ്രസ്സ് ചെയ്യുന്നത്. വിച്ച് ഈസ് ഗിവൺ ഇൻ ദ അഡ്രസ് ഫീൽഡ് ഓഫ് ദ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ടു ദ കറൻറ്റ് വാല്യൂ ഓഫ് PC. അതുവരെ എവിടെ ഉണ്ടായിരിക്കും, ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ് ഫീൽഡിലുള്ള ആ ഡാറ്റ എവിടെ എത്തും, നമ്മളുടെ PCൻ്റെ വാല്യൂ ആയിട്ട് മാറും. കൺസിഡർ ദ ഫോളോവിങ് അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ജംപ് എക്സ് എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് കണ്ടീഷനൊന്നും ചെക്ക് ചെയ്യാത്ത അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനാണ്. അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ OP കോഡ് ഓഫ്സെറ്റ് ടു ജമ്പിലേക്ക് എന്താണോ അഡ്രസ്സ് അത് കൊടുക്കുക, OP കോഡ് കൊടുക്കുക, ഏതാണ് അഡ്രസ്സ് അത് കൊടുക്കുക. The control sequence that enable execution of an unconditional branch instruction using single bus organization is as follows. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെയുള്ള കുറേ സ്റ്റെപ്സ് ഓഫ് ആക്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് 3 ഫേസ് എന്ന് പറഞ്ഞാൽ ഫെച്ചിങ് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ എഴുതുമ്പോൾ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ കഴിഞ്ഞ ദിവസം തന്ന നോട്ട് വെച്ച് എഴുതുക. അതല്ലെങ്കിൽ ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് മതി. ഇതിപ്പോൾ സിമ്പിളാക്കി, ഇപ്പോൾ ബ്രാഞ്ചിൻ്റെ കേസ് പറയുമ്പോൾ നമുക്ക് സിമ്പിളാക്കിയിട്ട് ചെയ്യാം. എന്താണ്, PCയിൽ അതുവരെ ഉണ്ടായിരുന്ന ഡാറ്റ എവിടെ എത്തും, MARലെത്തും, മെമ്മറി അഡ്രസ് രജിസ്റ്ററിലെത്തും. എന്നിട്ട് PC ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ MDRലുള്ള ഡാറ്റ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലെത്തും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പറയാം. പിന്നെ ഈ PC ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ആണ് പിന്നെ എന്ത് സംഭവിക്കുന്നത്, നമ്മളുടെ ഈ 4th പരിപാടി നടക്കുന്നത്. അതായത് PCയിലുള്ള ഡാറ്റ മാറ്റിയിട്ട് വേറൊരാളെ കൊണ്ടുപോയി വെക്കുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അത് പിന്നെ 4th തൊട്ടാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഇവിടെ പറയും. ഓക്കെ, അപ്പോൾ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ആസ് യൂഷ്വൽ വിത്ത് ഫെച്ച് ഫേസ്. എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫെച്ച് ഫേസ് വെച്ചിട്ട് തന്നെയാണ്. എൻഡിങ് വിത്ത് ഇൻസ്ട്രക്ഷൻ ബീയിങ് ലോഡഡ് ഇൻ ടു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. നമുക്കറിയാം നമ്മുടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ എത്തിയതിന് ശേഷമാണ് നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ സ്റ്റെപ്പ് 3 ആകുമ്പോഴേക്കും എന്തെത്തി, MDRൽ നിന്ന് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഇൻസ്ട്രക്ഷൻ എത്തി. ടു എക്സിക്യൂട്ട് ദ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ദ എക്സിക്യൂഷൻ ഫേസ് സ്റ്റാർട്ട്സ് ഇൻ സ്റ്റെപ്പ് 4. അപ്പോൾ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ അത് സ്റ്റെപ്പ് 4ലാണ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. സോ ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ ആദ്യം PCയിലെ ഡാറ്റ MAR കൊടുത്തു. എന്നിട്ട് ആ MAR യൂസ് ചെയ്തിട്ട് നമ്മൾ MDR ചെയ്തു. ആ MDR അതായത് അഡ്രസ് രജിസ്റ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ മെമ്മറിയിലുള്ള ഡാറ്റ രജിസ്റ്ററിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കൊടുത്തു. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനകത്ത് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയാണ് നമ്മളുടെ സ്റ്റെപ്പ് 4 കിടക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ബ്രാഞ്ചിങ്ങിൻ്റെ ആ ഒരു റൂട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. ദ കണ്ടൻറ്റ് ഓഫ് PC ആർ ട്രാൻസ്ഫർ ടു രജിസ്റ്റർ വഴി. അതായത് അപ്പോൾ നമ്മൾ PC അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് വെച്ചാൽ PCയിലുള്ള ഡാറ്റ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 21 ആണെങ്കിൽ അത് നമ്മളൊരു രജിസ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. എന്നിട്ടാണ് PCയിലേക്ക് നമ്മുടെ ബ്രാഞ്ച് അഡ്രസ്സിനെ കൊണ്ടുവരാൻ. സ്റ്റെപ്പ് 5ലോ ദ ഓഫ്സെറ്റ് X ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ഈസ് ഗേറ്റഡ് ടു ദ ബസ് ആൻഡ് ദ അഡീഷൻ ഓപ്പറേഷൻ ഈസ് പെർഫോംഡ്.
നമ്മൾ പറഞ്ഞ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ്, അതായത് ഓഫ്സെറ്റ് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അതെന്ത് ചെയ്യും, നമ്മുടെ ബസ്സിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അഡീഷൻ ഓപ്പറേഷൻ ചെയ്തു, അതായത് പി സിയിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുത്തു. അതാണ് സ്റ്റെപ്പ് 5 നടക്കുന്നത്. അതായത് എങ്ങനെയാണ് നമ്മളൊരു നോർമൽ സീക്വൻസ് ഓഫ് എക്സിക്യൂഷൻ നമ്മളുടെ ബ്രാഞ്ചിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ സ്റ്റെപ്പുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കേട്ടോ. ദ റിസൾട്ട് ഓഫ് അഡീഷൻ, അതായത് 6th സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദ റിസൾട്ട് ഓഫ് ദി അഡീഷൻ വിച്ച് റെപ്രസെൻറ്റ്സ് ദ ബ്രാഞ്ച് അഡ്രസ് ഈസ് ലോഡഡ് ഇൻ ടു പി സി. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഓഫ്സെറ്റ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് കിട്ടിയിട്ടുള്ള റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പി സിയിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കും. പിന്നെ സ്റ്റെപ്പ് 7 ഇത് ജനറേറ്റ് ദ എൻഡ് സിഗ്നൽ ടു ഇൻഡിക്കേറ്റ് ദ എൻഡ് ഓഫ് ദി എക്സിക്യൂഷൻ ഓഫ് കറൻറ്റ് ഇൻസ്ട്രക്ഷൻ. എൻഡ് എന്ന് പറഞ്ഞ സ്റ്റെപ്പാണ്. പിന്നെ സ്റ്റെപ്പ് 7 ജനറേറ്റ് ചെയ്യുക, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എൻഡ് ഓഫ് ദി എക്സിക്യൂഷൻ ഓഫ് കറൻറ്റ് ഇൻസ്ട്രക്ഷൻ്റെ എൻഡ് മാത്രമാണ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ നമ്മൾ ഇതേപോലെ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻ വരുമ്പോഴും അതിനൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷനിലൂടെ ചെയ്യും. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് 7 വരെയുള്ളൂ, 7 എത്തുമ്പോൾ എൻഡ് ചെയ്യും. പക്ഷേ നമ്മുടെ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ഒരു പ്രത്യേകത ഉണ്ട്. അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഗ്രിക്കൊക്കെ, അതേപോലെ കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൺസിഡർ നൗ ദ കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ഇൻസ്റ്റെഡ് ഓഫ് അൺകണ്ടീഷണൽ ബ്രാഞ്ച്. നമ്മളിപ്പോൾ ഒരു കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വി നീഡ് ടു ചെക്ക് ദി സ്റ്റാറ്റസ് ഓഫ് ദി കണ്ടീഷൻ കോഡ്. അതിൻ്റെ കണ്ടീഷൻ കോഡൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സ്റ്റാറ്റസൊക്കെ ചെക്ക് ചെയ്യണം. ബിറ്റ്വീൻ സ്റ്റെപ്പ് 3 and 4, 3ലും 4ലും എന്താവണം, അതിൻ്റെ കണ്ടീഷൻ കോഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം ബിഫോർ ആഡിങ് ദ ഓഫ്സെറ്റ് വാല്യൂ ടു ദ പി സി കണ്ടൻറ്റ്. നമ്മൾ അതിൻ്റെ പി സി കണ്ടൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും ഇത് കണ്ടീഷണലാണോ അതോ അൺകണ്ടീഷണലാണോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സിക്യൂഷൻ നടത്തുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഇൻസ്ട്രക്ഷൻ ഡീകോഡിങ് സർക്യൂട്ടറി interprets the content of IR as branch on negative instruction. അതായത് നമ്മൾ ഇനി ഒരു ബ്രാഞ്ചിങ് കൊണ്ടുവരാൻ പോകുന്നത് ബ്രാഞ്ച് ഓൺ നെഗറ്റീവ് ആണെങ്കിൽ ബ്രാഞ്ച് ചെയ്യാന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മളത് ചെയ്യുമെന്നാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ കോഡ് രജിസ്റ്റർ ഇസ് ചെക്ക്. നമ്മൾ ആ കണ്ടീഷൻ കോഡ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഈഫ് ദെൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. The control unit, if bit n is equal to 1, bit n 1 ആണെങ്കിൽ the control unit proceed the step 4 through 7 of control sequence of unconditional branch instruction. കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ ചെയ്യും. ഇവിടെ അൺകണ്ടീഷണൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ അല്ലേ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. കണ്ടീഷൻ ചെക്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനാണ്. സോ അതൊന്ന് തിരുത്തി എഴുതിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ്, ഈ ബിറ്റ് n 1 ആണെങ്കിൽ, അതായത് നെഗറ്റീവ് ആണെന്നാണ് മീൻ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് കണ്ടിന്യൂ ചെയ്യും, 4 to 7 ചെയ്യും. അതാണ് കണ്ടീഷണലും അൺകണ്ടീഷണലും തമ്മിലുള്ള മാറ്റം. കണ്ടീഷണലാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ചെയ്യുക. അൺകണ്ടീഷണലാണെങ്കിൽ എന്താണ്, നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് ജമ്പ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ബ്രാഞ്ച് ഓൺ നെഗറ്റീവ് എന്ന് പറഞ്ഞത് 1 ആണെങ്കിൽ, അതായത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മളുടെ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ കണ്ടിന്യൂ ചെയ്യും. ഓൺ ദി അതർ ഹാൻഡ് n ഈസ് ഈക്വൽ ടു 0 ദ എൻഡ് സിഗ്നൽ ഈസ് ഇഷ്യൂഡ്. അതല്ല, നമ്മുടെ n ഇനി 0 ആണെങ്കിലോ എൻഡ് സിഗ്നൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കും, അതായത് എൻഡ് ഇൻസ്ട്രക്ഷൻ എൻഡായി. This is in effect terminate execution of branch instruction and causes the instruction immediately following in branch instruction to be fetched when a new fetch operation is performed. അതുകൊണ്ട് തന്നെ അതോടുകൂടി ആ എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്തു. അതോടുകൂടി എന്ത് ചെയ്തു, ആ ഒരു സൈക്കിൾ തീരുമാനമായി. നെക്സ്റ്റ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നെക്സ്റ്റ് പി സി നമ്മളുടെ ഫെച്ച് ഓപ്പറേഷന് വേണ്ടിയിട്ട് പോകും. ഓക്കെ, ഇങ്ങനെയാണ് എക്സിക്യൂഷൻ നടക്കുന്നത്. സംഭവം സിമ്പിളാണ്, പക്ഷേ അതിനകത്തുള്ള ഈ ആക്ഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം സിഗ്നൽ വേരിയേഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. അയ്യോ സോറി കേട്ടോ, എൻ്റെ കൈ തട്ടിപ്പോയതാണ്. ഇവിടെ സിഗ്നൽ വേരിയേഷൻസ് നടക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ആ ഒന്ന് കൈ തട്ടിപ്പോയി വീഡിയോ മാറ്റിയെടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് എൻ്റെ വെറുതെ ടൈം വേസ്റ്റേജാണ് റിപ്പീറ്റ് ചെയ്ത് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇനി നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസാണ് പറയാൻ പോകുന്നത്. നമ്മൾ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് മുന്നേ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷനകത്തൊക്കെ ബ്രാഞ്ചിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയണം. എത്രയോ ഒരുപാടുണ്ട്. കണ്ടീഷണൽ ബ്രാഞ്ചിനകത്തായാലും ശരി, അൺകണ്ടീഷണൽ ബ്രാഞ്ചിനകത്തൊക്കെ ആയാലും ശരി, ഒരുപാട് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമ്മൾ രജിസ്റ്റർ റെഫറൻസ് ഈ ഇൻസ്ട്രക്ഷനകത്തൊക്കെ നമ്മൾ ജസ്റ്റ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പറയുന്നത് ബ്രാഞ്ച് ഓൺ നോഡ് 0 അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ബ്രാഞ്ച് ചെയ്യുക. ബ്രാഞ്ച് ഓൺ 0, ഇവിടെ പോസിറ്റീവ് എന്ന് എഴുതിയിട്ടുള്ളത് തിരുത്തിയാണ് 0 എഴുതിക്കോളൂ കേട്ടോ. ബ്രാഞ്ച് ഓൺ 0 ആണെങ്കിൽ ബ്രാഞ്ച് ചെയ്യുക. ബ്രാഞ്ച് ഓൺ പോസിറ്റീവ് BNP, ബ്രാഞ്ച് ഓൺ നോട്ട് പോസിറ്റീവ് അല്ലെങ്കിൽ
ബ്രാഞ്ച് ചെയ്യുക. നെക്സ്റ്റ് എന്താണ് BO, ബ്രാഞ്ച് ഓൺ ഓവർഫ്ലോ. ഓവർഫ്ലോ ആണെങ്കിൽ ബ്രാഞ്ച് ചെയ്യുക. ഓക്കെ, ഇത് എക്സാംസ് ആയിട്ട് കുറച്ച് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ ആകുമ്പോൾ കണ്ടീഷനിലാകുമ്പോൾ എന്ത് ചെയ്യണം, കണ്ടീഷനിൽ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിനനുസരിച്ച് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുക. അൺകണ്ടീഷനിലാണെങ്കിൽ പിന്നെ ഡയറക്റ്റായിട്ട് പോയിട്ട് അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് എക്സിക്യൂഷൻ ഓഫ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ഉള്ളത്. അപ്പോൾ ഈ ആക്ഷൻ വെച്ച് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക, സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പറയാം കേട്ടോ.